ദുബായിലെ കിസൈസ് മെട്രോ സ്റ്റേഷന് അടുത്തു നിന്നുമുള്ള കാഴ്ചയാണ് ഇത്. തൊട്ടപ്പുറത്താണ് ദുബായ് കിസൈസ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ അൽ സാദിഖ് ഇസ്ലാമിക് സ്കൂളുമുണ്ട്. ഈ സ്കൂളിന്റെ മതിലൊക്കെ ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അതേപോലെ തന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു റോഡാണ് ഇത്. ഇവിടെയും ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ട്. ഇത് കിസൈസിലെ മാത്രം കാഴ്ചയല്ല, അൽനഹദ 2 അടക്കം, അതോടൊപ്പം തന്നെ അൽബർഷ അടക്കം ദുബായിലെ പല മേഖലകളിലും ഇതാണ് അവസ്ഥ. അതോടൊപ്പം തന്നെയാണ് ഷാർജ വ്യവസായ മേഖലയിലും നിരവധി ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, വെയർഹൌസുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, താമസ കേന്ദ്രങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ദുബായിലും ഷാർജയിലും അബുദാബിയിലുമാണ് മഴ. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 10 മണിയോട് കൂടെ തുടങ്ങിയിട്ടുള്ള മഴയാണ്. ഇന്ന് രാവിലെ വരെ ആ മഴ തുടരുകയും ചെയ്തു. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്, പക്ഷേ ആകാശമൊക്കെ വീണ്ടും മേഘാവൃതമായി തുടങ്ങുകയാണ്. മഴ വീണ്ടും എത്തുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഏതായാലും മഴയുടെ ഭാഗമായി നിരവധി റോഡുകൾ അടച്ചിട്ടിട്ടുണ്ട്. ദുബായിൽ നിന്നും ഷാർജ, അജ്മാൻ തുടങ്ങിയിട്ടുള്ള എമിറേറ്റുകളിലേക്കുള്ള ഇന്റർസിറ്റി ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. ദുബായ് വിമാനത്താവളത്തിൽ നിന്നുമുള്ള എമിറേറ്റ്സ് എയർലൈൻസിന്റെ 12 വിമാന സർവീസുകളാണ് നിർത്തിവെച്ചത്. മസ്കറ്റ്, ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള സിറ്റികളിലേക്കും അതേപോലെ തന്നെ കൊളംബോ അടക്കമുള്ള നഗരങ്ങളിലേക്കും ഒക്കെയുള്ള സർവീസുകൾ എമിറേറ്റ്സ് റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈ ദുബായിയുടെ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. എയർ അറേബ്യയുടെ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. മഴ ഇപ്പോഴും പലയിടത്തും തുടരുക തന്നെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് നിരവധി ഇടങ്ങളിൽ ഇതുപോലെ വെള്ളം കയറി അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നു. സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലാ ജീവനക്കാർക്കുമൊക്കെ വർക്ക് ഫ്രം ഹോമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അനാവശ്യമായ ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. വെള്ളക്കെട്ടുകളിലൂടെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 2000 ദിർഹമാണ് പിഴ ലഭിക്കുക. മഴ ഇന്ന് മുഴുവൻ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അലൈൻ മേഖലകളിലായിരിക്കും ഉച്ചയ്ക്ക് ശേഷം മഴ കൂടുതൽ ശക്തമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്.